പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഈ വർഷം WWE എവല്യൂഷൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കൊണ്ടുവരാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വുമൻസ് ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം ലൈവ് ഇവൻ്റാണ്. ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കുന്ന മത്സരങ്ങൾ എല്ലാതും വുമൻസ് ഡിവിഷൻ്റെ മത്സരങ്ങളായിരിക്കും. മെൻസിൻ്റെ മത്സരങ്ങൾ നമുക്ക് ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിക്കില്ല. ഇതിനു മുൻപ് ഒരു തവണയാണ് എവല്യൂഷൻ പേപ്പർ വ്യൂ അല്ലെങ്കിൽ പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ജൂലൈ മാസത്തിൽ എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റ് തിരികെ കൊണ്ടുവരാനാണ് നിലവിൽ അവർ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കുമെന്ന് നിങ്ങൾ കരുതുന്ന മാച്ച് കാർഡുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന TV സ്പെഷ്യൽ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൻ്റെ 2 വെർഷൻസ് നമുക്ക് ജനുവരിയിലും കഴിഞ്ഞ ഡിസംബറിലും കാണാൻ സാധിച്ചു. അത് ഭയങ്കരമായിട്ടുള്ള ഒരു TV സ്പെഷ്യൽ എപ്പിസോഡാണെന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും ഒരു ഏവറേജ് തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. 2025 മെയ് മാസത്തിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡ് തിരികെ കൊണ്ടുവരാൻ WWE നിലവിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റൂമറാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റിനെ സംബന്ധിച്ചും കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാനുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് റേ ഫെനിക്സ് എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. റേ ഫെനിക്സിൻ്റെ WWEയിലേക്കുള്ള ഡെബ്യൂ ഉടനെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു റൂമറാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. WWEയിലേക്ക് പുതുതായി വന്ന റോ ബ്രാൻഡിലെ അംഗമായ പെൻഡ എന്ന റെസ്ലറുടെ സഹോദരനാണ് റേ ഫിനിക്സ്. ലൂച്ച ബ്രോസ് എന്ന ടാഗ് ടീമിലൂടെ AEW ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിച്ചവരായിരുന്നു പെൻഡയും റേ ഫിനിക്സും. ട്രിപ്പിൾ എച്ചിൻ്റെ യഥാർത്ഥ പ്ലാൻ റേ ഫിനിക്സിനെ പെൻഡയ്ക്ക് മുന്നേ കമ്പനിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു. പക്ഷേ റേ ഫിനിക്സിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുമെന്ന് തോന്നിപ്പിച്ച ആ ഒരു സ്ഥലത്ത് നിന്ന് ഇഞ്ചുറി മൂലം മാറി നിൽക്കേണ്ടി വന്ന സമയം കൂടി ആഡ് ചെയ്തുകൊണ്ട് ടോണി ഗാൻ AEWയിൽ നിന്ന് റേ ഫിനിക്സിനെ പുറത്താക്കാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തി. അങ്ങനെ ഇപ്പോൾ WWEയിലേക്ക് നീ പോകണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ടോണി ഗാൻ ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കി. ഇപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. റേ ഫിനിക്സിൻ്റെ ഡെബ്യൂ ഉടനെ WWEയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള റൂമറാണ് കേൾക്കാൻ സാധിക്കുന്നത്. കൂടാതെ റേ ഫിനിക്സിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ റേ ഫിനിക്സിൻ്റെ മെർച്ചൻഡൈസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ക്രിയേറ്റീവ് ടീമിനും മാനേജ്മെൻറ്റിനും കൃത്യമായ ഐഡിയകൾ ഉണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെൻഡ എന്ന റെസ്ലർ നിലവിൽ റോ ബ്രാൻഡിലാണ് ഉള്ളത്. റേ ഫിനിക്സിൻ്റെ ഡെബ്യൂ ഏത് ബ്രാൻഡിലേക്കാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് സൂചന ലഭിച്ചിട്ടില്ല. റേ ഫിനിക്സ് WWEയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ വക്കിലാണ്, അല്ലെങ്കിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തകളാണ് പങ്കുവെക്കാനുള്ളത്. നാലാമത്തെ അപ്ഡേറ്റ് മുൻ NXT ചാമ്പ്യനായ അലിസ്റ്റർ ബ്ലാക്കിനെ സംബന്ധിച്ചാണ്. ബ്ലാക്കിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ബ്ലാക്ക് WWEയിൽ ഉടനെ റിട്ടേൺ ചെയ്യുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് തിരികെ വരുന്നത് സ്മാക്ഡൗൺ എന്ന ബ്ലൂ ബ്രാൻഡിൻ്റെ ഭാഗമായിട്ടായിരിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ബ്ലാക്കിൻ്റെ വൈഫ് സെലീന വെഗ നിലവിൽ സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ ഭാഗമാണ്. WWE നിലവിൽ ഒരു റൂൾ എടുത്തിട്ടുള്ളത് കപ്പിൾസ്, അതായത് ഭാര്യയും ഭർത്താവും ഒരേ ബ്രാൻഡിൽ തന്നെ തുടർന്നു കൊണ്ട് പോകുന്നതാണ് അവരുടെ ജീവിതത്തിനും അതുപോലെ തന്നെ അവരുടെ ബാക്ക് സ്റ്റേജ് ലൈഫിനും നല്ലത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും അങ്ങനെയുള്ള കപ്പിൾസ് WWEയിൽ ഉണ്ടെങ്കിൽ അവരെ ഒരേ ബ്രാൻഡിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അലിസ്റ്റർ ബ്ലാക്ക് സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ ഭാഗമായിട്ടായിരിക്കും തിരികെ വരിക എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു. അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റെസ്ൽമേനിയ 41 വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വേണ്ടി നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ള മാച്ചിനെ സംബന്ധിച്ചാണ്. ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റിയ റിപ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇയോ സ്കൈ പുതിയ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ ഇടയിൽ ബിയാങ്ക ബെലേറിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ അതുതന്നെയായിരുന്നു മത്സരത്തിലേറിയ തോൽക്കാനുള്ള കാരണം. അപ്പോൾ ഈ സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോയി ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റെസ്ൽമേനിയ 41 വെക്കാനാണ് പദ്ധതികൾ ഉള്ളത് എന്നാണ് നിലവിൽ റെസ്ൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സ്റ്റോറി കാണുമ്പോഴും ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൻ്റെ സാധ്യതകൾ തന്നെയാണ് തുറന്നു വരുന്നത്. ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ റെസ്ൽമേനിയ 41 ആരാണ് വിജയിക്കാൻ സാധ്യത? നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ജോൺ സീനയെ സംബന്ധിച്ചാണ്. ജോൺ സീനയ്ക്ക് ഇപ്പോൾ വമ്പൻ റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. അത്
മറ്റൊരു റെക്കോർഡ് പുസ്തകത്തിലുമല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡിലാണ് ജോൺസിനൊക്കെ ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പ്രത്യേകത നമുക്ക് അറിയാം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള റെക്കോർഡുകളാണ് ആ പുസ്തകത്തിലേക്ക് എഴുതപ്പെടാറുള്ളത്. അത്തരത്തിലുള്ള ഒരു റെക്കോർഡാണ് ജോൺസിനൊക്കെ നിലവിൽ തേടി വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, കുറേയധികം കാലം ഫേസ് ക്യാരക്ടറായിട്ട് നിന്നിട്ട് പിന്നീട് ഹീലാകുന്ന റെസ്ലർ, അത് ജോൺസിനെയാണെന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പുസ്തകത്തിൽ ജോൺസിനൊക്കെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ റെക്കോർഡ് എന്നുള്ളൊരു രീതിയിൽ അവർ കൊടുത്തിട്ടുള്ളത്. അതായത് കുറേയധികം വർഷങ്ങൾ, 20 വർഷത്തിലധികം ഫേസ് ക്യാരക്ടറായിട്ട് നിന്നിട്ട് പിന്നീട് ഹീലായി മാറുന്ന റെസ്ലർ. നമുക്കറിയാം റേ മിസ്റ്റീരിയോ എന്ന് പറയുന്ന റെസ്ലർ അദ്ദേഹം WWE ഡെബ്യൂ ചെയ്ത കാലം മുതലേ ഇപ്പോഴും അദ്ദേഹം ഫേസ് ക്യാരക്ടറാണ്. പക്ഷേ അദ്ദേഹം ഹീൽ ടേൺ ഇതുവരെ നടത്തിയിട്ടില്ല. എന്നാൽ ജോൺസിനൊക്കെ ആ ഒരു റെക്കോർഡ് കൈവശപ്പെടുത്താൻ സാധിച്ചത് ജോൺസിന ഇപ്പോൾ ഹീലായി മാറിയിട്ടുണ്ട്. എന്നാൽ ജോൺസിന ആ ഹീലായി മാറാൻ എടുത്ത ആ ഒരു സമയം, ആ നീണ്ട വർഷം, അതാണ് ഇപ്പോൾ റെക്കോർഡിലേക്ക് സീന എത്താനുള്ള കാരണം. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2 ദിവസം മുൻപാണ് ജോൺസിനൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ ഈ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത്. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു രസകരമായിട്ടുള്ള ഒരു പോയിന്റ്, ജോൺസിന ഹീൽ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വമ്പൻ കമൻറ്റ് കറങ്ങി നടക്കുന്നുണ്ട്. വളരെ വൈറലായി മാറിയിട്ടുള്ള ആ ഒരു കമൻറ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: നിങ്ങളെല്ലാവരും കബളിപ്പിക്കപ്പെടുകയായിരുന്നു. ജോൺസിന വില്ലനായിട്ടില്ല, ഹീലായിട്ടില്ല. ജോൺസിന കോഡി റോഡ്സിനെ ആക്രമിക്കാനുള്ള കാരണം ഓൺ സ്ക്രീനിൽ ലൈവായി പോയിക്കൊണ്ടിരിക്കുന്ന ഷോയിൽ എഫ് വേർഡ് യൂസ് ചെയ്തതുകൊണ്ട് കിഡ്സ് ഇത് വാച്ച് എന്നുള്ളത് കൊണ്ട് ജോൺസിന കോഡി റോഡ്സിന് ഒരു വാർണിംഗ് കൊടുത്തതാണ്. അല്ലാതെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ജോൺസിന വില്ലനായിട്ടില്ല. അദ്ദേഹം നമ്മളെ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് ആ തമാശ രൂപേണയുള്ള പ്രതികരണം. എന്നാൽ ആ കമൻറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ടുണ്ട്. ആരാധകർ ഏത് തരത്തിലാണ് ആ ഒരു ഹീൽ ടേണിനെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ആ ചർച്ചാ വിഷയമായി കമൻറ്റ് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.